ITIകളിലെ പഠന സമയം ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് പ്രതിഷേധം. ITI ഡയറക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധം. പോലീസ് 7 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. അഞ്ജന അനിൽകുമാർ നൽകും വിവരങ്ങൾ. അഞ്ജന, പഠന സമയം ക്രമീകരിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ ഇവർ അധികൃതരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാത്ത സാഹചര്യത്തിലാണോ ഈ പ്രതിഷേധത്തിലേക്ക് അവർ കടന്നത്? സുജയ, അങ്ങനെ തന്നെയാണ്. പ്രധാനമായും 2 ആവശ്യങ്ങൾ ഉയർത്തിയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ITIകളിലെ പഠന സമയം ക്രമീകരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. മറ്റൊന്ന്, വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകണമെന്നുള്ളതാണ്. ഈ 2 ആവശ്യങ്ങൾ പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ഇവിടെ PMG ജംഗ്ഷനിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ITI ഡയറക്ടറേറ്റിന് മുൻപിലാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം തുടക്കഘട്ടത്തിൽ സംഘർഷമുണ്ടായിരുന്നു. ഇവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. 7-8 പ്രാവശ്യം ഇവിടെ ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ നിരവധി വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇവർ ഈ പ്രതിഷേധ പരിപാടികളുമായി ഇനി മുന്നോട്ട് പോകുന്നത് എന്ന്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിഷേധ പരിപാടികൾ? എങ്ങനെയാണ് സമരം നടത്തിയതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു വർഷക്കാലമായി പ്രതിഷേധ പരിപാടികൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യം ഇന്ന് ഈ സമരം ഇത്തരത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. പഠന സമയം ക്രമീകരിക്കണമെന്ന ആവശ്യമായാണ് അവിടെ പ്രതിഷേധം. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.